അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ക്രൂ 11 ദൗത്യസംഘം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ഓസ്ട്രേലിയക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായത്. 10.5 മണിക്കൂറിലേറെയാണ് ഭൂമിയിലേക്കുള്ള യാത്രയുടെ സമയം. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ആ ദൗത്യം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് സംഘം ഇപ്പോൾ മടങ്ങുന്നത്. ക്രൂ അംഗത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ സ്വകാര്യതാ പ്രോട്ടോകോളുകൾ കാരണം കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നാസയിലെ ബഹിരാകാശ യാത്രികരായ സെന കാഡ്മാനും മൈക്ക് ഫിങ്കയും ജപ്പാന്റെ ജാക്സയുടെ ബഹിരാകാശ യാത്രിക കിമിയ യുയിയും റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ ഒലെഗ് പ്ലാറ്റിനോവും ഉൾപ്പെടെയുള്ള സംഘമാണിപ്പോൾ മടങ്ങി വരുന്നത്. മടക്ക സംഘത്തെ ഇന്ത്യൻ വംശജൻ റോണക് ദാവയാണ് നയിക്കുന്നത്. റോണക് ദാവെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലെ ഫ്ലൈറ്റ് ഡയറക്ടറാണ്. ക്രൂവിലെ ആർക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളതെന്നും രോഗം എന്താണെന്നും നാസ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. നിലവിൽ അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും നാസ അറിയിച്ചിട്ടുണ്ട്. 165 ദിവസങ്ങൾ ബഹിരാകാശ ചെലവഴിച്ചതിന് ശേഷമാണ് സംഘത്തിന്റെ മടക്കം. സംഘത്തിലെ ഈ അംഗത്തിന്റെ ആരോഗ്യ പ്രശ്നം കാരണം കഴിഞ്ഞ ആഴ്ച ക്രൂവിന്റെ ബഹിരാകാശ നടത്തവും ക്യാൻസൽ ചെയ്തിരുന്നു. ഓഗസ്റ്റിലാണ് സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2:11 കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പേടകം പതിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. റിക്കവറി സോണിലെ കാലാവസ്ഥയും സമുദ്ര സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. പേടകം കാലിഫോർണിയ തീരത്ത് കടലിൽ ഇറങ്ങിയാൽ ഉടനെ പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതരായി പുറത്തെടുക്കും. പസഫിക് സമുദ്രത്തിൽ ഇറങ്ങുന്ന സംഘത്തെ സ്വീകരിക്കുന്നതിനായി പ്രത്യേക രക്ഷാ സംഘം സജ്ജമായി കഴിഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ 6 മാസത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഫെബ്രുവരി അവസാനത്തോടെ തിരിച്ചു വരാനായിരുന്നു ദൗത്യം. ക്രൂ 11 മടങ്ങുന്നതോടെ ബഹിരാകാശ നിലയത്തിൽ താൽക്കാലികമായി അംഗങ്ങളുടെ എണ്ണം കുറയുകയാണ്. 4 അംഗ സംഘം ഭൂമിയിലേക്ക് തിരിച്ചതോടെ ബഹിരാകാശ നിലയത്തിൽ നാസയുടെ ക്രിസ്റ്റഫർ വില്യംസും 2 റഷ്യൻ സഞ്ചാരികളും മാത്രമാണ് ഇനി ഉണ്ടാവുക. സാധാരണഗതിയിൽ 6 മാസത്തിലധികം നീളുന്നതാണ് നാസയുടെ ക്രൂ ദൗത്യങ്ങൾ. അടുത്ത സംഘം എത്തി ചുമതല ഏറ്റെടുത്ത ശേഷമേ മുൻഗാമികൾ സാധാരണ മടങ്ങി വരാറുള്ളൂ. അടുത്തതായി പുറപ്പെടുന്ന ക്രൂ 12 ദൗത്യത്തിന്റെ വിക്ഷേപണം നിലവിൽ ഫെബ്രുവരിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരെത്തും മുന്നേ ക്രൂ 11 ഇപ്പോൾ മടങ്ങുമ്പോൾ റഷ്യയുടെ സോയൂസ് MS-28 ദൗത്യത്തിലൂടെ നവംബറിൽ നിലയത്തിലെത്തിയ 3 അംഗ സംഘത്തിനാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം. ഈ മടക്കയാത്ര എല്ലാവർക്കും ലൈവായി കാണാവുന്നതാണ്. നാസ പ്ലസ്, ആമസോൺ പ്രൈം, സ്പേസ് എക്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ എന്നിവയിലൂടെ ക്രൂ 11 സംഘത്തിന്റെ മടക്കയാത്ര തത്സമയം കാണാം.